ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അതന്നെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഒരു അടിപൊളി ഫിഷിങ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി തന്നെ ആയിരുന്നു കേട്ടാ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും വീഡിയോ കണ്ടിട്ട് വാ. അപ്പോൾ അതാ നമ്മുടെ ഫിഷിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാ നമ്മുടെ ഫിഷിംഗ് റോഡ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരയണ്ണനെയും പിന്നെ കുറച്ച് പുൽച്ചാടിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിഷിങ്ങിന് നമ്മൾ ഒറ്റക്കല്ല കേട്ടോ, നമ്മുടെ കൂട്ടുകാരൻ റമീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഒരു പാടത്തേക്കാണ്. പക്ഷെ പാടത്ത് ഒരു മീൻ കുഞ്ഞ് പോലും ഇല്ല കേട്ടോ. അപ്പോൾ പാടത്ത് മീനില്ലാത്ത കാരണം നമ്മുടെ തൊട്ടടുത്തൊരു കുളത്തിലേക്കാണ് കേട്ടോ ചൂണ്ടാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുളത്തിലേക്ക് നമ്മൾ റമീസിനായിട്ട് വന്നിട്ട് ഇതാ നമ്മുടെ ചൂണ്ടക്കുളത്ത് മേരെ കോർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇതാ ഒരു അടിപൊളി തോടൊക്കെ ഉണ്ട് കണ്ട, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. റമീസ് ചൂണ്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇതാ റമീസേ, മീൻ കിട്ടുമെന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇതാ അപ്പം തന്നെ ഒരു അടിപൊളി മീൻ കിട്ടിയിട്ടാ. അപ്പം മീൻ ഇതാ ഒരു കുഞ്ഞ് കരിപ്പിടിനാട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതാ ഇനി കളത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതാ നമ്മുടെ റോഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോഡ് വാങ്ങിയിട്ട് കുറേ നാളായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ റോഡ് കൊണ്ട് ഫിഷിങ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ കുഞ്ഞുമീനാണ് ഉള്ളതെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എത്ര മീൻ കിട്ടുന്ന വല്ല ഗസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതിട്ടാ. വലിയൊരു മീൻ പിടിച്ചെന്ന് വിചാരിച്ച് നല്ലൊരു വലി വലിച്ചു ചോദിക്കുകയാണ്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ മീൻ പിടുത്തത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന സംഭവം തന്നെ. കുളത്തേതോ കൊമ്പുമ്പം കണ്ട് കുടുങ്ങിയിരിക്കണ്ടാ. അപ്പൊ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഇതാ ഒരു മീൻ പിടിച്ചിട്ടാ. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ മീനാണ് ട്ടാ. അപ്പൊ കുറച്ച് നേരത്തിന് ശേഷം നമ്മ തൊട്ടപ്പുറത്തേക്ക് ഒന്ന് സ്പോട്ട് മാറ്റിണ്ടാ. അപ്പൊ അവിടെ നമുക്കൊന്ന് ഇട്ട് നോക്കാം, അവിടെ നിന്ന് വല്ലതും കിട്ടുമെന്നൊക്കെ അങ്ങോട്ട് നോക്കാട്ടാ. അങ്ങനെ കുറേ നേരം നമ്മൾ ഒരേ ഇരിപ്പ് തന്നെ ഇരുന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത മീനും കൂടി നമുക്ക് കിട്ടിയിട്ട ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യട്ടാ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ. അങ്ങനെ ആ മീനെ പിടിച്ച സന്തോഷത്തിൽ നമ്മൾ വീണ്ടും ആ സ്പോട്ടിൽ തന്നെ ഇട്ടപ്പോൾ അത് അടുത്ത മീനും കൂടി കിട്ടി. പക്ഷെ ആ മീനിൻ്റെ ആ മരത്തുമ്പോൾ അങ്ങോട്ട് കുടുങ്ങിയിരിക്കുന്നുണ്ട്. നമ്മൾ വലിച്ച ശേഷം നമ്മുടെ ടാങ്കീസ് ആ മരത്തുമ്പോൾ അങ്ങോട്ട് ചുറ്റി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനങ്ങോട്ട് എടുക്കാട്ടെ അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമ്മുടെ റോഡ് വന്ന് മൂന്നാമത്തെ മിനിറ്റാ. പെടക്കണ മീൻ പെടപ്പിച്ചറ പെടക്കണില്ലേ? പെടച്ച് പോയി. അപ്പോൾ അതാ നമുക്കിപ്പോൾ ടോട്ടൽ ഇതാ 4 മീനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെയും കുറേ നേരം ഇരുന്ന്, പക്ഷെ നമുക്ക് മീനൊന്നും അങ്ങോട്ട് കിട്ടണില്ല കേട്ടാ. അപ്പോൾ പിന്നെ നമ്മുടെ ബാക്കി വന്ന എരേനെയും നമ്മുടെ പുൽച്ചാടിനെയും ഒക്കെ നമ്മൾ അങ്ങോട്ട് റിലീസ് ചെയ്തിട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബായ്.